ചേട്ടാ 8:30 ഇങ്ങനെ ഓഫീസിലൊന്നും പോവണ്ടേ? സിദ്ധേട്ടാ, എന്നോട് പറഞ്ഞ രാവിലെ എങ്ങോട്ടാ പോയേ? കണ്ണാ. യെസ്. അപ്പനെ കണ്ടാ? ഇവിടെ ഇല്ല. അതുകൊണ്ടല്ലേ നിന്നോട് ചോദിച്ചേ. എന്റെ ദിവ്യ ദൃഷ്ടി കാണുന്നത് എന്താന്ന് വെച്ചാ കിച്ചുവിന്റെ കൂടെ അവരുടെ ടെറസിൽ കാണും. അവിടെ എന്തുവാ? അത് കണ്ണുകൊണ്ട് കാണാനുള്ളതാ. ബാ. അങ്ങനെ തന്നെ എങ്കിൽ അങ്ങനെ തന്നെ. ഭഗവതിയെ, എന്തോന്നോ ഇത്? ഒന്ന് അയച്ചു വിടടി. എന്തോന്നാ ഇത്? ഡോണ്ട് വറി ആന്റി, അങ്കിൾ നീയുടെ തടി വെച്ചോ എന്നൊരു ഡൗട്ട്. ആയതിനാൽ കുറച്ച് യോഗ ചെയ്യിക്കാമെന്ന് വെച്ചു. കൊള്ളാലോ, ഇതേത് പുതിയ ആസനം? കുറച്ച് അഡ്വഞ്ചറിന് വേണ്ടി ഞാൻ തന്നെ പുതിയതായിട്ട് നിർമ്മിച്ചതാ വവ്വാൽ ആസനം. എപ്പടി? ബ്രില്യന്റ്. വയസ്സാങ്കാലത്ത് അവിടെ നടിച്ചു തള്ളി വീണിട്ട് പല്ല് വെല്ലൊക്കെ പോയിട്ട് അവസാനം ആശുപത്രി കൊണ്ടു നടക്കാൻ എനിക്ക് വയ്യ. ഞങ്ങളുടെ കഞ്ഞിപിടി മുട്ടിക്കരുത് നീ. എന്താമേ അങ്ങനെ ഡോക്ക്? അപ്പൻ ഞാനില്ലേ? കഞ്ഞി കുടിക്കുന്ന കാര്യമല്ല, കഞ്ഞി കുടിക്കാൻ വെള്ളം കൊണ്ട് തരുന്ന കാര്യമാണ് പറഞ്ഞത്. അതും ശരിയാണല്ലോ. കിച്ചേ അഴിച്ചുവിട്ടേക്ക്. കാല് നിലത്ത് കുത്തുന്ന. അല്ല, അപ്പൊ ദേവേട്ടന്? എനിക്കിതൊക്കെ ശീലമല്ലേ. അതെ അതെ, അപ്പൻ സ്ട്രോങ് ആ. ആഞ്ജനേയ സ്വാമി. അത് അമ്മ, അപ്പന്റെ ബാലൻസ് ചെറുതായിട്ടൊന്ന് വിട്ടു. കുഴപ്പമൊന്നുമില്ല. നട്ടപ്പാതിക്ക് കാലുവേദന നടുവേദന എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് പൊക്കിയുണ്ടല്ലോ, അടിച്ചു പൊട്ടിക്കുക തലമുണ്ട ഞാൻ. അപ്പളേ പറഞ്ഞ ചേക്കൻ വിളിക്കുന്ന പണിക്ക് പോണ്ടാന്ന്. ശബാഷ് അലിയ. എന്നാ പിന്നെ ഞാനും എന്റെ കുടുംബവും ഞങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. വന്നു ചേർന്നതിൽ അതിയായ സന്തോഷം. ചെല്ല് നീലുവേ, സിദ്ധുവേട്ടനെ ഒന്ന് പിടിച്ചേ.